രാജ്യത്ത് നടന്ന ആദ്യ ഭീകരവാദത്തിന് നാട് നൽകിയ മറുപടി ദിനമാണിന്ന്. ഗാന്ധി ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെയെ തൂക്കിലേറ്റിയ ദിനം. 1948 ജനുവരി 30 രാജ്യത്തിനും ലോകത്തിനും പരിഹരിക്കാനാകാത്ത നഷ്ടത്തിന്റെ ദിനമായിരുന്നു. സമാധാനത്തിന്റെ അചഞ്ചല വക്താവ് മഹാത്മാഗാന്ധിയെ മതാന്ധത മൂത്ത വർഗീയ സംഘം നിഷ്കരുണമില്ലായ്മ ചെയ്ത ദിനം. ജീവിതം തന്നെ അഹിംസയാക്കിയ മനുഷ്യന്റെ ഇടനെഞ്ചിലേക്ക് തുരുതുരെ വെടിയുതിർക്കപ്പെട്ടപ്പോൾ പിടഞ്ഞു വീണത് ഒരു നാടൊന്നാകെയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ ഭീകരവാദ പ്രവർത്തനത്തിന് രാഷ്ട്രപിതാവിനെ തന്നെ ലക്ഷ്യം വെച്ചവർക്ക് ഈ മണ്ണ് മാപ്പ് നൽകാൻ തയ്യാറല്ലായിരുന്നു. കയ്യിലൊളിപ്പിച്ച തോക്കുമായി ആ ദാരുണകൃത്യം നിർവഹിച്ച നാഥുറാം വിനായക് ഗോഡ്സെയെ ഒടുവിൽ രാജ്യം 1949 നവംബർ 15 തൂക്കിലേറ്റി. മഹാരാഷ്ട്രയിലെ ചിത്പാവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഗോഡ്സെ RSSന്റെയും ഹിന്ദു മഹാസഭയുടെയും സജീവ പ്രവർത്തകനായിരുന്നു. പിന്നീട് 1940കളിൽ ഗോഡ്സെ ഹിന്ദുരാഷ്ട്രദൾ എന്ന ഭീകര പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഹിന്ദുരാഷ്ട്ര സ്ഥാപനമെന്ന RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിനെതിരെയായിരുന്നു ഗാന്ധിജിയുടെ നിലപാടുകൾ അത്രയും. അതുകൊണ്ട് തന്നെ ഗാന്ധിയോടുള്ള ഗോഡ്സെയുടെയും RSSന്റെയും ശത്രുത ആശയപരമാണ്. ഒടുവിൽ രാഷ്ട്രപിതാവിന്റെ നേരെ 3 വട്ടം നിറയൊഴിക്കുന്നതിലേക്ക് എത്തിച്ചതും അതുതന്നെയാണ്. രാജ്യം ഒന്നടങ്കം വിറങ്ങലിച്ച ആ ഘട്ടത്തിൽ ഗോഡ്സെ എന്ന ഹിന്ദുത്വ തീവ്രവാദിയെ അന്ന് കീഴടക്കിയത് അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥനായിരുന്ന ഹെർബർട്ട് റൈനർ ആയിരുന്നു. സമാനമായ രീതിയിൽ അവരുടെ ആശയവും ലോകമൊന്നടങ്കം തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ന് ഗോഡ്സെയെയും അയാളുടെ പ്രത്യയശാസ്ത്രത്തെയും ഉയർത്തിക്കാട്ടുന്ന വർഗീയ സംഘങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. ഗോഡ്സെയെ വിഗ്രഹവൽക്കരിക്കുകയും ഹിന്ദുത്വാശയങ്ങൾ ഈ മണ്ണിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്കിത് ഉറക്കെ പറയേണ്ടതുണ്ട്. ഗാന്ധിയെ കൊന്നതാണ് ഗോഡ്സെ. അതിലേക്ക് നയിച്ചത് RSSന്റെ പ്രത്യയശാസ്ത്രമാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.